തീ പിടിച്ചവരിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ശുശ്രൂഷയിൽ കടന്നു വന്നിട്ടുള്ള ഏതാണ്ട് 100-150ഓളം വ്യക്തികൾ, അവരിൽ ഏറ്റവും പ്രായം കൂടിയ ഒരാളെ ഇന്ന് നമ്മൾ പരിചയപ്പെടുകയാണ്. 80-ാമത്തെ വയസ്സിലും കർത്താവിൻ്റെ ശുശ്രൂഷയിൽ തീ പിടിച്ച ഒരാത്മാവുമായിട്ട് അത്രയേറെ തീവ്രതയോടെ കർത്താവിന് വേണ്ടി ജീവിക്കുന്ന ഒരു മനുഷ്യൻ, താമരശ്ശേരി രൂപതയിലെ ആനക്കാമ്പൊയിൽ ഇടവക അംഗമായ മാത്യു കൊളക്കാട്ട്. അപ്പച്ച, ഒത്തിരി സന്തോഷത്തോടെ സ്വാഗതം. ഏറ്റവും കൂടുതൽ പ്രായമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ അങ്ങേക്ക് പ്രത്യേകമായ സ്വാഗതം. 80-ാമത്തെ വയസ്സിലും ഇങ്ങനെ ഈ തീപിടിച്ച ആത്മാവുമായിട്ട് കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ഇങ്ങനെ ശക്തമായിട്ട് നിൽക്കുവാനായിട്ടുള്ള പ്രചോദനം എന്താണ്? ക്രൈസ്തലോ, ഞാൻ ദൈവ ശുശ്രൂഷയിലേക്ക് കടന്നു വരാനായിട്ടുള്ള പ്രചോദനം, ഞാൻ ഒരു തോട്ടം മതിപ്പ് എടുക്കുന്ന ആളായിരുന്നു. എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിലെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഈ കൊണ്ടതി കച്ചവടം എന്ന് പറയും. അല്ലെങ്കിൽ നമ്മൾ ഒരു പറമ്പ് ഒന്നായിട്ട് പോയി നോക്കിയിട്ട് അതിനകത്ത് വില പറയും, അതിന് മതിപ്പ് പറയും. മതിപ്പ് കച്ചവടം, മതിപ്പ് വില പറഞ്ഞിട്ട് ഒരു വർഷത്തേക്ക് എടുക്കുന്ന ആളായിരുന്നു. ശരി. അപ്പോൾ അത് അങ്ങനെ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നായിക്കുമ്പറമ്പിലച്ഛൻ്റെ ഒരു കൺവെൻഷൻ ബാലപ്പുഴ വരുന്നത്. അപ്പോൾ എനിക്ക് പല ദുശീലങ്ങളുണ്ടായിരുന്നു. മുറുക്കുമായിരുന്നു, പുകവലിക്കുമായിരുന്നു. പിന്നെ ആരും അറിയാതെ, എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ മദ്യപിക്കുമെന്ന് അറിയില്ല, പക്ഷേ കമ്പനി ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിരുന്നു, കഴിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ കഴിക്കുമ്പോഴാണ് എൻ്റെ ജോലി ചെയ്തുകൊണ്ടിരുന്ന രണ്ടുപേരും കൂടെ ബന്ധമെടുത്തോന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, മത്തഞ്ചേട്ടാ നമുക്ക് ഒരു ദിവസത്തെ കൺവെൻഷന് വാൽപ്പുഴ പോകാം, നായിക്കമ്പലച്ചൻ്റെ കൺവെൻഷന് പോകാമെന്ന് എന്നോട് ആവശ്യപ്പെട്ടു. അപ്പം ഞാൻ ചോദിച്ചു, എന്താ കാര്യം, എന്താ ആവശ്യം? അപ്പം അന്ന് നമ്മൾ സാധാരണ ഈ മാരക രോഗം പിടിച്ചവർ, അല്ലെങ്കിൽ മാറ്റാൻ മേലാത്ത പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, അങ്ങനെയുള്ളവരാണ് ധ്യാനത്തിന് പോവുക. നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും നമുക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. നമുക്ക് ഇങ്ങനെ പോകുന്നു. മാത്രമല്ല അത്യാവശ്യം പള്ളിപ്പോക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാനും പള്ളിയിൽ നമ്മൾ പോകും, പള്ളിയിൽ പോകാണ്ടിരിക്കുക. അപ്പോൾ പറഞ്ഞു, എന്താ കാര്യം? അപ്പോൾ ഞാൻ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, കുറേ നേരം ആലോചിച്ച് പറഞ്ഞു, നമുക്ക് പുകവലി നടത്താം. അവർ കൊണ്ടുതന്നെ ആലോചന എന്ന് പറഞ്ഞാൽ, അത് പറഞ്ഞാലേ ഞാൻ സമ്മതിക്കുള്ളൂ. നല്ല പുകവലി ഉണ്ടായിരുന്നു. എന്നാൽ പുകവലിക്കുമായിരുന്നു. അവർ 5-6 പാക്കറ്റ് സിഗരറ്റൊക്കെ ഒരു ദിവസം, ഞാൻ തന്നെയല്ല. അപ്പോൾ ഈ തോട്ടത്തിൽ വരുമ്പം നമ്മൾ കച്ചവടം ചെയ്യാനൊക്കെ പോകുമ്പം കൂട്ടത്തിലുള്ളവരൊക്കെ ഞാനൊരു പാക്കറ്റ് വെച്ചാൽ ഒരെണ്ണം 2 വലിക്കുമ്പോഴേക്കും അത് തീരും. പിന്നെ ഒരു കെട്ട് വീടി, പിന്നെ കാണുന്നിടത്തൊക്കെ മുറുക്കും, കൊണ്ടടക്കിയല്ല, ഇതെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നിർത്തണമെന്നുള്ളൊരു ആഗ്രഹത്തിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, പോകാം, അങ്ങനെയാണ്, നല്ല കാര്യമാണ്. പക്ഷേ ഒരു കാര്യം ചെയ്യണം, ഈ കയ്യിലുള്ളതല്ലാണ്ട് പിന്നെ മേടിക്കാൻ പാടില്ല, മേടിച്ച് വലിക്കാൻ പാടില്ല. അങ്ങനെ ഞാൻ നിബന്ധന വെച്ചു. അപ്പോൾ അവരാലോചിച്ചും പറഞ്ഞു, ശരി, അങ്ങനെ സമ്മതിച്ചു എന്ന് പറഞ്ഞു. എന്നിട്ട് അവർ പോയി അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും വന്നിട്ടും പറഞ്ഞു, മത്തഞ്ഞേട്ടാ അത് പറ്റില്ല, ഞങ്ങൾ മുറുക്കിയല്ല, മത്തഞ്ഞേട്ടൻ മുറുക്കും, മത്തഞ്ഞേട്ടൻ മുറുക്ക് നിർത്തണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് നല്ല കാര്യമല്ലേ, നിർത്തിയേക്കാമെന്ന് പറഞ്ഞു. പോവുകയാണെങ്കിൽ എല്ലാം ഒന്നിച്ചങ്ങ് പോട്ടെ. അപ്പോൾ അങ്ങനെ ആ കർത്താവ് പറയിച്ചതാ, ഞാൻ പറഞ്ഞതൊന്നും അല്ല, എന്നെക്കൊണ്ട് അങ്ങനെ പറയിച്ചതാ. കാരണം എന്നെ കർത്താവിന് ആവശ്യമുണ്ടെന്ന് നമുക്കറിയത്തില്ല. കർത്താവിന് നമുക്ക് ആവശ്യമുണ്ടെന്നുള്ളത് നമുക്കറിയില്ല, കർത്താവിനറിയാം. അപ്പോൾ കർത്താവ് ഇത് ഒരുക്കുന്നത് ഇവരെ കൂടെ ആണെന്ന് മാത്രം. അപ്പോൾ ഞാൻ ഇവരോട് ചിലപ്പോൾ പറയും, എന്നെ പുകവലിക്കുകയും മുറുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന എന്നെ നിങ്ങൾ ഇപ്പം പുകവലിയും മുറുക്കും കള്ളുകൂടിയായിട്ട് നിസ്സരായിട്ട് നടക്കുക. അപ്പോൾ ഒരാളിപ്പോൾ ഇല്ല, ഒരാളിപ്പോഴും അങ്ങനെ ഉണ്ട്, അയാളെ പറയും. അപ്പോൾ നമ്മൾ അങ്ങനെ പോയി അവിടെ ചെന്ന് കൺവെൻഷന് കഴിഞ്ഞ് ലഘുഭക്ഷണം കൊടുത്തു. അപ്പോൾ എനിക്ക് തോന്നി ഒരു ചായ കുടിക്കണം, ഒരു മിഠായി പുള്ളി കാണാൻ നമ്മൾ നിബന്ധന പറഞ്ഞിട്ടുണ്ടല്ലോ, നിബന്ധന പാലിക്കണമല്ലോ. അപ്പോൾ പുള്ളി കാണാണ്ടൊരു സിഗരറ്റ് വലിച്ചാലോ എന്നിങ്ങനെ ഒരു മനസ്സിൽ തോന്നി. പുറത്തിറങ്ങി ചായ കുടിക്കാൻ ഇറങ്ങിയപ്പോൾ പൊടിച്ചായാണ് കുടിക്കാൻ, പൊടിച്ചായ കിട്ടിയില്ല. അപ്പോൾ സിഗരറ്റും വലിച്ചില്ല. അപ്പോൾ അച്ഛൻ കയറി വന്നു. ഞാൻ അവിടെ നിന്ന് തിരിച്ച് ചായയും വിളിച്ചില്ല, സിഗരറ്റും വലിക്കാതെ അങ്ങോട്ട് കയറി ഗ്രൗണ്ടിലേക്ക് ചെന്നപ്പം അച്ഛൻ പറഞ്ഞു, ഇപ്പോൾ ഒരാൾക്ക് പുകവലിയിൽ നിന്ന് മോചനം, മുറുക്കിൽ നിന്ന് മോചനം, മറ്റേ മദ്യപാനത്തിൽ നിന്ന് മോചനം, അൾസർ രോഗത്തിന് സൗഖ്യം, ദുശീല വായനയിൽ നിന്ന് മോചനം, പ്രേക്ഷിത വിളി, ഇങ്ങനെ 6 കാര്യം പറഞ്ഞു. ഒറ്റയടിക്കുക, അങ്ങനെ 6 കാര്യം പറഞ്ഞു.
അപ്പം നമ്മളിപ്പോൾ ഒരു ദിവസമല്ലേ പോയുള്ളൂ, എനിക്കാണെന്നൊന്നും ഞാൻ ചിന്തിച്ചില്ല. ഉവ്വ്. അപ്പോൾ ഞാനങ്ങനെ കഴിഞ്ഞു. ഞാൻ പുറത്തിറങ്ങിയിട്ട് എനിക്ക് പുകയും വലിക്കണ്ട, മുഴക്കുകയും വേണ്ട, ഒന്നും വേണ്ട. അങ്ങനെ തോന്നലേ വരുന്നില്ല. അങ്ങനെ തോന്നലേ വരുന്നില്ല. ഞാൻ വീട്ടിൽ വന്നു. അങ്ങനെ സാധാരണ നമ്മൾ പോകുന്ന പോലെ വന്നു. അപ്പോൾ ഈ അൾസർ രോഗം സൗഖ്യപ്പെട്ടെന്ന് പറഞ്ഞത് അത് ഞാൻ നമ്മൾക്കിപ്പോൾ ഇതെല്ലാം കൂടെ കിട്ടി. അൾസർ രോഗം പെപ്റ്റിക് അൾസറായിരുന്നു, കുടലെ പുണ്ണ്. ഞാൻ പറഞ്ഞാൽ ജീവിതകാലം മുഴുവൻ ഒരേ കുടൽ മുഴുവൻ എടുത്ത് കളയാം, കുടൽ നിറച്ച് പുണ്ണാണ്. അപ്പോൾ എരിവ് കഴിക്കാൻ പാടില്ല, പുളി കഴിക്കാൻ പാടില്ല, ഇങ്ങനെയുള്ള സാധനങ്ങൾ എന്തെങ്കിലും കഴിച്ചാൽ എന്നാലും ഈ വലിക്കുകയും മുറുക്കൊക്കെ ചെയ്യും. അപ്പോൾ ഇതിനും സൗഖ്യം കിട്ടി? അത് സൗഖ്യം പറഞ്ഞു. അപ്പം ഇത് എല്ലാം സൗഖ്യം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് നമുക്ക് കിട്ടിയെന്നുള്ള ചിന്തയില്ലല്ലോ. വീട്ടിൽ വന്നു. വീട്ടിലിങ്ങനെ ദുശീല വായന. അപ്പോൾ ദുശീല വായന എന്ന് പറഞ്ഞാൽ ഞാൻ പള്ളിയിലൊക്കെ അച്ഛന്മാരും മറ്റേ ധ്യാനത്തിനൊക്കെ പറയുമ്പം നമ്മളിങ്ങനെ ആവശ്യമില്ലാതെ വായിക്കരുതെന്നൊക്കെ പറഞ്ഞാൽ പിന്നെ നമുക്ക് മനുഷ്യൻ്റെ രസമുള്ളതല്ലേ വായിക്കാൻ പറ്റുള്ളൂ. അതെന്തായാലും മംഗള മനോരമയ്ക്ക് മംഗള മനോരമ വായിക്കാതെ അതിൻ്റെ തുടർക്കഥകൾ വായിക്കുമായിരുന്നു. അതിൻ്റെ തുടർക്കഥയെന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടം ഈ പ്രേത പിശാചുക്കളെ പറ്റിയുള്ള കഥകളും ഡിറ്റക്റ്റീവ് നോവലുകളായിരുന്നു ഇഷ്ടം. അപ്പോൾ മംഗളമാസിക സ്ഥിരം മേടിക്കുമായിരുന്നു. ഞാൻ ഈ ചുവന്ന കൈപ്പത്തി, എഴുത്ത് ചെകുത്താൻ, ഇങ്ങനെ നോവലൊക്കെ മേടിച്ചു കൊണ്ടുവന്ന് ചെറിയ പുസ്തകങ്ങൾ മറ്റേ ലൈബ്രറി കിട്ടുന്ന അതിനകത്ത് വായിക്കുമായിരുന്നു. അപ്പോൾ നമുക്കത് രസമുള്ളതല്ലേ വായിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനങ്ങനെ പഠിക്കാനൊന്നും അല്ല. അപ്പം ഞാനിത് അങ്ങനെ ചിന്തിച്ചിട്ടില്ല. അങ്ങനെ ആ ആഴ്ചയിൽ ഞാൻ പോയി വന്നപ്പോൾ മംഗളം കിട്ടുന്ന ദിവസം ഞാൻ മംഗളം കണ്ടില്ല. ഞാൻ കാണണ്ടെങ്കിൽ മേടിക്കണേ. അപ്പോൾ ഇതിൽ പോയെന്നൊന്നും എനിക്ക് ഓർമ്മയൊന്നുമില്ല, ഭരിക്കുന്നില്ല, ഒന്നുമില്ല, വേറെ ഒന്നുമില്ല. അപ്പോൾ ഞാൻ കിട്ടുന്നതൊക്കെ തിന്നുന്നുണ്ട്. പക്ഷേ എനിക്ക് അൾസറിൻ്റെ ഈ കമ്പിക്കലോ അതൊന്നും മരുന്നില്ല, പുളിച്ചോട്ടൊന്നും മരുന്നില്ല. അപ്പോൾ ഞാൻ വീട്ടിൽ വൈകുന്നേരം വന്നപ്പോൾ പിള്ളേർ ചോദിച്ചു, പെൺമക്കൾ രണ്ടുപേരും ഇളയത് രണ്ടുപേരാണ്, ഒരാൾ കന്യാസിയാണ്. അപ്പോൾ അവളിപ്പോൾ അന്ന് രാജാ ഇന്ന് മംഗളം കൊണ്ടുവന്നില്ലല്ലോ. അപ്പോഴാണ് നമ്മൾ മംഗളത്തിൻ്റെ കാര്യം ഓർക്കുന്നത്. മംഗളത്തിൻ്റെ ദിവസമാണോ ഇന്ന്? ഞാൻ ഇന്ന് കണ്ടില്ല പിള്ളേരെ. അടുത്ത ആഴ്ച നാളെ മേടിക്കാമെന്ന് പറഞ്ഞു. അത് ഇതിനു മുമ്പ് ശരിക്കും നമ്മൾ അരി മേടിക്കാൻ മറന്നു പോയാലും മംഗളം മേടിക്കാൻ മറന്നു. എല്ലുമ്പിളെ മേടിച്ച് വായിച്ച് ഫുള്ളായിട്ട് ഈ തോട്ടത്തിൽ പോകുമ്പോൾ വായിച്ച് തീർക്കുന്ന ആളാ. അങ്ങനെ മംഗളം കണ്ടില്ല. ഞാൻ പിറ്റേ ദിവസം കണ്ടില്ല സാധനം. പിന്നെ ഇതിനെപ്പറ്റി ചിന്തയില്ല, അത് ഓർമ്മ വരുന്നില്ല. അങ്ങനെ പിറ്റേ ആഴ്ചയും വന്നപ്പോൾ പിള്ളേർ ചോദിച്ചു, ഇന്നും മംഗളം മേടിച്ചില്ലല്ലോ. അപ്പോൾ ഇവർ ഈ തുടർക്കഥ വായിക്കാനായിട്ട് അവർ നോക്കിയിരിക്കുകയാണല്ലോ. കാലഘട്ടത്തിലെ അങ്ങനെ ഒരു പ്രധാന സ്റ്റേജിലാണല്ലോ കൊണ്ട് നിർത്തണേ. അടുത്ത ഭാഗം എന്തായെന്നുള്ളത് അത് നമ്മളത് കാണാനുള്ളൊരു ധ്യാനം കൂടി അച്ചാനല്ലേ ഉള്ളൂ. അച്ചാനല്ലേ ഉള്ളൂ ഈ മാറ്റമൊക്കെ വന്നു. വീട്ടുകാർക്ക് മാറിയിട്ടില്ലല്ലോ. ഞാൻ മാറ്റം വന്ന് എനിക്കും അറിയത്തില്ല. ഞാൻ മാറ്റം വന്നിട്ടുണ്ടെന്നോ ഇല്ലെങ്കിൽ ഇതിന്ന് കർത്താവിനെ എടുത്തു മാറ്റിയെന്നോ ഒന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് ശരിയാണ്, കർത്താവ് പറഞ്ഞത് ദുശീലമാണെന്ന് പറഞ്ഞത് ശരിയാണ്, അതുകൊണ്ട് ഇനി വാങ്ങണ്ട മക്കളെ. ചുരുക്കി പറഞ്ഞാൽ മംഗളക്കാരുടെയൊക്കെ അതുപോലെയുള്ള മാസികക്കാരുടെയൊക്കെ കട പൂട്ടിച്ചു. അതിൽ ഒരു ഭാഗമായി നമ്മൾ. അപ്പോൾ അതുകൊണ്ട് ഇനി അത് വാങ്ങണ്ട, കാരണം ഇത് ശരിയല്ല എന്ന് ദൈവം എടുത്തു കളഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഈ 2 ആഴ്ചയും കാണാത്തത്. അപ്പോൾ അച്ഛൻ പറഞ്ഞത് എനിക്കാണുള്ള സൗഖ്യം ശരിയാണ്. അപ്പം ഞാൻ അൾസർ രോഗത്തിന് ഇപ്പം മാങ്ങാപ്പഴം, ചക്കപ്പഴം ഇതെല്ലാം ഞാൻ തിന്നുന്നുണ്ട്, എരിവും പുളിയൊക്കെ തിന്നുന്നുണ്ട്. ഇതൊന്നും വന്നിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ഈ 2 ആഴ്ച ഇതൊക്കെ കഴിച്ചുകൊണ്ട് നടന്നിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. മറ്റേ കുഴപ്പമുണ്ടെങ്കിലേ ശ്രദ്ധിക്കുള്ളൂ. അപ്പോൾ എരിവും പുളി കഴിക്കാം. അപ്പോൾ പുകവലി പിന്നെ വലിച്ചിട്ടില്ല, മുറുക്കിയിട്ടില്ല. അതിനിടയ്ക്ക് ഒരു ദിവസം ഒരു വണ്ടിയുടെ ഏർപ്പാടായിട്ട് ഒരാൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു സിഗരറ്റ് തന്നു. അത് ഞാൻ കത്തിച്ച് ചുണ്ടേ വെച്ചപ്പോൾ എനിക്കത് വലിയൊരു വിഷമം തോന്നി. ഞാനത് വലിച്ചെറിഞ്ഞു. അയ്യോ, നിങ്ങളത് വലിച്ചെറിഞ്ഞത് വേണ്ടെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ വലിക്കുന്നതല്ല, പിന്നെ എന്തിനാ നിങ്ങളെങ്ങനെ? അപ്പം ഞാൻ പറഞ്ഞു, അതെ അത് പറ്റില്ല, അത് വേണ്ട. എന്നാൽ നിങ്ങളത് കളഞ്ഞാൽ. ഞാൻ പറഞ്ഞു, പിന്നെ ഇനി എന്നാ ചെയ്യണേ, കളയണ്ട. അപ്പോൾ അങ്ങനെ അങ്ങനെ ഇത് പിന്നെ ബലം പിടിച്ച് വലിക്കാൻ നിന്നില്ല. പിന്നെ ഇതുവരെയും ഇപ്പോൾ ഈ ഒരു തൊട്ടിട്ടില്ല. 89 അവസാനമാണ് ഈ പരിപാടി തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഈ ഇവിടെ നടന്ന നാഷണൽ കൺവെൻഷന് പേര് കൊടുത്ത്, മറ്റേ ഈ നമ്മളെ കൂട്ടിയ പള്ളി. അങ്ങനെ ഞാൻ അന്ന് എനിക്ക് ഒരു
5 ദിവസം കഴിഞ്ഞ് പോകുന്നതിന് എനിക്കൊരു 5 ലക്ഷം രൂപ എങ്കിലും നഷ്ടം വരും. 5 ലക്ഷം അല്ല, കൈക്കൂലി നഷ്ടം. ഏർപ്പാട് ചെയ്തുകൊണ്ടിരുന്ന സംഗതി അവിടെ പറഞ്ഞിട്ട് അത് നഷ്ടമായി. 5 ദിവസം ഇങ്ങോട്ട് മാറിയപ്പോൾ ഇപ്പം അടയ്ക്കാൻ പറിക്കാതും അതിന് ഞാനൊരു ലോഡ് അടയ്ക്കാൻ കൊടുക്കുമായിരുന്നു. നമ്മൾ തോട്ടം എടുത്തിട്ട് ലോഡുകാർക്ക് കൊടുക്കുമായിരുന്നു. അപ്പോൾ ഞാനത് കടന്ന് കടക്കാരോട് ഏർപ്പാടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇതിന് കൺവെൻഷന് പോകുന്ന ആ ഒരു 5 ദിവസം അതുമായിട്ട് ശ്രദ്ധിക്കാൻ സമയമില്ലാതെ പോയതുകൊണ്ട് അപ്പം ഞാൻ അവിടെ ഇല്ലാഞ്ഞുകൊണ്ട് അപ്പം ഈ കടയിൽ നിന്ന് ഏർപ്പാട് ചെയ്തതൊന്നും കൊടുത്തില്ല. കാരണം ഇച്ച വില കൂടി. ഞാനില്ലെങ്കിൽ ഇത് കറക്റ്റ് കാര്യമില്ലല്ലോ. പിന്നെ ഞാൻ വന്നു ആ കാലഘട്ടത്തിൽ 5 ലക്ഷം രൂപയുടെ നഷ്ടം വന്നു. 5 ലക്ഷത്തിൽ കൂടുതൽ. 90-ല് 90-ല് 5 ലക്ഷത്തിൽ കൂടുതൽ നഷ്ടം വന്നു. അതൊരു വലിയ പ്രശ്നമായി പോയേക്കാണല്ലോ ആ സമയത്ത്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു 4-5 ലക്ഷം രൂപ ലാഭം കിട്ടേണ്ട ഏർപ്പാട് 3 ലക്ഷം രൂപ നഷ്ടത്തിൽ വന്ന് കലാശിച്ചു. കടത്തിലോട്ടായി. അങ്ങനെ അപ്പൊ എന്താ ചിന്തിച്ചത്? ഈ ധ്യാനത്തിന് ഒന്നും ചിന്തിച്ചില്ല. ഈ നഷ്ടം വരാൻ കാരണം ചിന്തിച്ചോ? ഒന്നും ചിന്തിച്ചില്ല. അങ്ങനെ ഒരു ചിന്ത വന്നില്ല. കാരണം അതിനേക്കാൾ വലിയ ഒരു ലാഭം നമുക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ളത്. അപ്പൊ ഞാൻ ഈ ചിന്തയൊന്നും വരുന്നേ ഇല്ല നമുക്ക്. നമുക്കിങ്ങനെ ഈ കള്ളു കുടിക്കണമെന്നോ ഇതൊന്നും ചിന്ത വരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മറ്റേ ഈ പറഞ്ഞ് നമുക്ക് 80-90 ലാസ്റ്റ് ഹോട്ടലിൽ ഈ ഇവിടെ വൺ ഡേ നടക്കുന്നുണ്ട് ശനിയാഴ്ച ദിവസം. അപ്പോൾ എനിക്കൊരു ജീപ്പുണ്ട്. അപ്പോൾ ഈ ചോദിച്ച് ജീപ്പിന് ഇവിടെ പോകാൻ എത്ര രൂപ തരണമെന്ന് ചോദിച്ചു. ഈ പോട്ടെ വരണേ പറഞ്ഞു. അപ്പം ഞങ്ങൾ ഇതിലേ പോയിട്ടൊക്കെ പരിചയമുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞൊരു 800 രൂപ കിട്ടിയാൽ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. എന്നാൽ സുഖമായിട്ട് പോകാമല്ലോ, ഒരാളോട് 100 രൂപ വെച്ച് മേടിച്ചാൽ 10 പേരെ കൊണ്ടുപോകാം. അപ്പോൾ ചേട്ടായിക്കും എനിക്കും ഫ്രീ ആയിട്ടും പോകാം. 10 പേരൊക്കെ 800 പോലെ. അങ്ങനെ ആ ജീപ്പും കൊണ്ട് വന്ന് 2 രോഗികളെയും കൊണ്ടുവന്ന് വന്ന വഴിക്ക് ഈ ജീപ്പിന് ഒരു ലോറി സൈഡിലിടിച്ച് അതിൻ്റെ വിഡെല്ലാം കീറി അവിടെ പുതുക്കാട് വന്നപ്പം. അപ്പോൾ പുതുക്കാട് മറ്റേ പോലീസ് സ്റ്റേഷനിൽ പോയി പറയാമെന്നും പറഞ്ഞ് പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊരു കാര്യം ചെയ്യാം, നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി ഇവരെ 2-3 പേർക്ക് പരിക്കും പറ്റി, പുതുക്കാട് ആശുപത്രിയിലാക്ക്. അപ്പോൾ ആ രോഗികളെ ഞാൻ അവിടെ കൊണ്ടുപോയാക്കട്ടെ, അവരെ കൊണ്ട് വന്ന് നമുക്കൊരു ഉത്തരവാദിത്തം ഉണ്ടല്ലോ. ഞാൻ അവിടെ നിന്നൊരു ഓട്ടോ വിളിച്ച് ഈ രോഗികളെയും കൊണ്ട് പോട്ടെ കൺവെൻഷന് അവിടെ കൊണ്ടുപോയി ആക്കി. എന്നിട്ട് ഞാൻ തിരിച്ചു വന്നു. എനിക്ക് അന്ന് കൂടാൻ പറ്റിയില്ല. തിരിച്ചു വന്ന് മറ്റേ ഇവിടെ വന്ന് പറഞ്ഞ സ്റ്റേഷനിൽ അവർ പറഞ്ഞു നിങ്ങൾ പോയിട്ട് വൈകുന്നേരം വാ. നോർമൽ നമ്പർ നമ്മൾ അന്നൊന്നും ശ്രദ്ധിച്ചില്ല. അതൊന്നും നമ്പർ എങ്ങനെയാണ് പറയണേ, ഈ ഗവരീസനാളുടെ വെച്ച് ഈ മണ്ണ് ഓട്ട് കമ്പനിക്ക് മണ്ണ് കൊണ്ടുപോകണ ലോറിയാണ്. അതിങ്ങനെ എല്ലാ വണ്ടിയും ഇത് തന്നെയാണ്. അപ്പോൾ അത് പറഞ്ഞാൽ നമ്പർ പറഞ്ഞെങ്കിലേ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ നോക്കാമെന്നൊക്കെ പറഞ്ഞ് വൈകുന്നേരം വരാൻ പറഞ്ഞ്. അപ്പോൾ ഞാൻ വിചാരിക്കുമ്പോൾ വൈകുന്നേരം നമ്മൾ പിന്നെ ചെന്നാൽ ഇവർക്ക് ചില്ലറ കൊടുക്കേണ്ടി വരും. കാരണം ഇവരെ കണ്ടുപിടിക്കുകയല്ലോ, അതിലേ അവിടുത്തെ ഉള്ളവരല്ലേ. അപ്പം മറ്റേ കൊടുത്ത് ജോയി ചെയ്യുന്ന കേരള മറ്റേ ജോസഫ് ഗ്രൂപ്പിൻ്റെ ആളാണ്. അന്ന് മറ്റേ ആൻ്റണി ആൻ്റണി അല്ല മറ്റേ നമ്മുടെ ജോർജില്ലേ, പി പി ജോർജ് ഞങ്ങളുടെ MLA ആണ്. അപ്പോൾ പുള്ളിയെ പോയി കാണാം. പുള്ളി അവിടെ ആ ഭാഗത്താണ് വീട് എന്നൊക്കെ പറഞ്ഞ് അവിടെ അന്വേഷിച്ചപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ആശുപത്രി കിടക്കുന്ന ആൾ ഞാൻ പറഞ്ഞു നമുക്ക് പോകാം, നിങ്ങൾ ഇപ്പോൾ ഇതിൻ്റെ പുറകെ നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവരെ വീട്ടിൽ കൊണ്ടാക്കണ്ടേ. അപ്പോൾ വണ്ടിയുടെ ഫുഡാക്കാൻ നമുക്ക് അവിടെ ചെന്നിട്ട് ശരിയാക്കാം. അപ്പോൾ ഞാൻ പോയി. അപ്പോൾ ആശുപത്രി പോയപ്പോൾ ഇവരെ അഡ്മിറ്റ് ചെയ്ത ആൾക്കാർ പോയി. ഡോക്ടർ പറഞ്ഞപ്പോൾ ഞാൻ അഡ്മിറ്റ് ചെയ്തവരെ ഡിസ്ചാർജ് ചെയ്യുള്ളൂ. ഞാൻ പറഞ്ഞു കേസൊന്നുമില്ല, ഞങ്ങൾ പൊക്കോളാം, നിങ്ങൾ ഡിസ്ചാർജ് ചെയ്താൽ ഞങ്ങളവിടെ പോയി ചികിത്സിച്ചോളാം. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അയാൾ വരാണ്ട് ഞാൻ വരുമെന്ന് പറഞ്ഞ് ഇവരങ്ങ് ഇറങ്ങിപ്പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ വണ്ടി ഇവരെയും കയറ്റി കോട്ടയം വന്ന് പനക്കരച്ചൻ കണ്ട് പനക്കരച്ചൻ പറഞ്ഞ് ധ്യാനം വന്ന് കൂടാൻ പറഞ്ഞു. നിങ്ങൾ ഒരു ധ്യാനം വന്ന് കൂടാൻ പറഞ്ഞു. അപ്പോൾ ജോയി ധ്യാനം ചോദിച്ചു. ഇപ്പോൾ അപകടമുണ്ട്. അപ്പോൾ ഞാനൊരാളെ മറ്റേ വാലേക്കുന്നേ കുഞ്ഞെന്ന് പറഞ്ഞു, എനിക്കറിയില്ല. അന്ന് പുള്ളി അന്ന് പ്രായോഗിച്ച് വന്ന ആളാണ്. പുള്ളിയെ ഈ വണ്ടിയെ കൊണ്ടുപോകാൻ ആളുണ്ടല്ലോ, പ്രാർത്ഥിച്ച് പോകണമെന്ന് പറഞ്ഞ് വിട്ടു. അപ്പോൾ എനിക്ക് ഈ പനക്കരച്ചനോടൊരു വിഷമം ഉണ്ടായിരുന്നു. എന്ത് പറ്റി? ഞാൻ എൻ്റെ അനിയത്തി അച്ഛൻ അവിടെ വന്ന് മറ്റേ പേപ്പർ കമ്പനി നടത്തിയാണ്. ഞാൻ കൂടുതൽ കമ്മിറ്റിക്കാരനായിട്ട് അച്ഛനെ കൊണ്ട് വീടുകളൊക്കെ പോയതാണ്. അപ്പോൾ അനിയത്തിയെ ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് ഞങ്ങൾ എവിടെ പോയിച്ച് വന്നപ്പം അനിയത്തിക്ക് വേണ്ടി എനിക്ക് ഒരു ചെറിയ വിഷയമുണ്ട്. അപ്പോൾ
ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് അച്ഛനെ കാണാൻ വേണ്ടി അവിടെ ചെന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു അവിടെ പോയി ഇരിക്കാം. അച്ഛന് കാരണം കൗൺസിലിങ് തീരേണ്ട ദിവസമായിരുന്നു അന്ന്, ധ്യാനത്തിൻ്റെ അവസാന ദിവസമാണ്. അത് കണ്ടല്ലേ ഇപ്പം അന്ന് പരിസ്ഥാത്മ അഭിഷേകം ബാക്കിയുള്ളൂ. അത് തീരാണ്ട് അച്ഛന് വേറെ പുറമേ നിന്ന് തന്നെ കാണാൻ പറ്റുമോ? അപ്പോൾ അച്ഛൻ പോയി അവിടെ പോയി ഇരിക്കുക, ഇത് കഴിയുമ്പോൾ കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ തെരുതരെ പോയി പറഞ്ഞപ്പോൾ അടുത്ത ആഴ്ച വരാൻ പറഞ്ഞു. അത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലോകത്ത് തിരക്കാണല്ലേ, ഇതാണോ നവീകരണം എന്നൊക്കെ നമ്മൾ വിചാരിച്ച്. അപ്പോൾ നമ്മളെ അമ്മായിപ്പനൊക്കെ ഭയങ്കര കുറ്റം പറഞ്ഞു. എടാ നീ വലിയ കാര്യം പറയുന്ന അച്ഛൻ വലിയ പുള്ളിയാന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ഇങ്ങനെയല്ലടാ എന്നൊക്കെ ചോദിച്ചത് നമ്മളെ വണ്ടിയെ മുഴുവൻ കുറ്റം പറയല്ലേ. അപ്പം അങ്ങനെ ഒരു വിഷമം കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു നിങ്ങൾ വന്നൊരു ധ്യാനം കാണാൻ പറഞ്ഞു. അപ്പോൾ ജോയി പറഞ്ഞു നമ്മളോട് വലിയ ധ്യാനം കൂടാനാണ് പറഞ്ഞത്. അപ്പം വണ്ടി ചേട്ടായിയുടെ അല്ലായിരുന്നോ? അപ്പോൾ ചേട്ടായി പോകണ്ടേ, ഞാനും വരാം. അപ്പം ഞാൻ വിചാരിച്ച് 2 സീറ്റ് തരാമെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഒരാളെ കൂടെ കൂടാം, അപ്പോൾ എനിക്ക് പുറത്ത് പോകാമല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ധ്യാനാണെങ്കിൽ ഇതിനെ കൂടണമെന്നൊക്കെ വിചാരിച്ചു ഞാൻ. അങ്ങനെ അവിടെ ചെന്ന് പോയ വഴിക്ക് ഈ കൂടുതൽ പറഞ്ഞ ആൾ ഒരു ഞങ്ങൾ പോയ വട്ടിനെ കൊണ്ടിട്ട് ഒരു സീറ്റ് നേരത്തെ ബുക്ക് ചെയ്ത സീറ്റ് കൊണ്ട് തരുക. അവിടെ ധ്യാനത്തിന് പോകുമ്പോൾ ഒരു സീറ്റ് ബുക്ക് ചെയ്തതുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇത് കൊണ്ട് പോകുക സീറ്റ് വിടാം. അപ്പോൾ ഞങ്ങൾക്ക് 3 പേർക്ക് പിന്നെ ഇപ്പോൾ 3 പേര് പോയി 3 പേർക്ക് അവിടെ സീറ്റായി. അങ്ങനെ ധ്യാനം കൂടി അവസാന ദിവസം ഞാനതുവരെ ഇവരെ ഓരോരുത്തരും പറയുന്ന കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കുന്ന ആളായിരുന്നു, വീക്ഷിച്ചിരിക്കുക. കാരണം ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ നല്ല കാര്യമാണ് പറയണത്, പക്ഷേ അവർ പെരുമാറ്റം വരുന്നില്ലല്ലോ. അപ്പോൾ അവരെങ്ങനെ വീക്ഷിച്ചിരുന്നത്. അപ്പോൾ അച്ഛനെ ഞാൻ കൗൺസിലിങ്ങിന് പോയപ്പോൾ ഫോണിലെന്ന് വിചാരിച്ചിരുന്ന. അപ്പോൾ എല്ലാവരും കൗൺസിലിങ് കൂടണമെന്ന് പറഞ്ഞ് വെള്ളിയാഴ്ച കൗൺസിലിങ്ങിന് പോയി. അപ്പോൾ ഞാൻ എവിടെയെങ്കിലും കണ്ടാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ പോയി. അങ്ങനെ നിൽക്കുമ്പോൾ അച്ഛൻ്റെ അടുത്ത് ഒരു 10-14 പേരുണ്ട്. അച്ഛൻ എന്നെ കാണത്തൊന്നുമില്ല. അപ്പോൾ ഇവിടെ ഒരാൾ അയാൾ ഏറ്റുപോയാൽ എനിക്ക് കാണാം, ഞാൻ നിൽക്കുന്ന ആൾ. അപ്പോൾ ഒരാളെ പറഞ്ഞു വിട്ടേച്ചു എൻ്റെ തലം പറഞ്ഞ് അച്ഛൻ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അതിന് അച്ഛനെ എങ്ങനെ കണ്ടേ, എടാ ഇത് ഭയങ്കരമായി പോയല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞനുസരിക്കാണ്ടിരിക്കുന്നൊന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെ പോയി അവിടെ നിൽക്കുമ്പോൾ അവിടെ 14 പേരുണ്ട്. ഈ 14 പേര് കഴിഞ്ഞ് ഞാൻ പിന്നെ അന്നേരം ഒരു പെൺകുട്ടി, അച്ഛൻ കാണുന്നില്ല ഞാൻ നിൽക്കണേ. അപ്പോൾ അവിടെ ഒരു മറയുണ്ട് അച്ഛൻ ഇരിക്കണേ. എത്രയാണ് ഒരു പെൺകുട്ടി വന്ന് പുറകെ വന്നിട്ട് പിന്നെ കയറിപ്പോയി. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ പൊക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങോട്ട് ചെന്നപ്പോൾ കൊച്ചൻ ഈ പെൺകുട്ടിയുടെ തലേ കൈ വെച്ച് വെച്ചു. അച്ഛൻ ചോദിച്ചു അവിടെ വേറെ ആൾ നിൽപ്പില്ലെന്ന് ചോദിച്ചു. ഉണ്ട്. നീ പറയല്ലേ വന്നേ? അതെ. പിന്നെ എന്തിനാ നീ ഇപ്പം ഇങ്ങോട്ട് കയറി വന്നേ? നീ പോയി ആ പള്ളി പോയി പ്രാർത്ഥിക്കുക, അയാളോട് വരാൻ പറയാൻ പറയും. അപ്പോൾ എനിക്കത് ഭയങ്കര അതിശയമായി. അപ്പം എനിക്ക് ഇങ്ങനെയൊരു വിഷമമുള്ളതുകൊണ്ട് അപ്പം അന്ന് ഈ കച്ചവടത്തിൽ പോയതിൻ്റെ ഈ പൊളിഞ്ഞ് നിൽക്കുക, കടത്തി നിൽക്കുക, അത് നേരെയാക്കാൻ. അപ്പോൾ അച്ഛൻ ചോദിച്ചു എന്നാ വിഷമമെന്ന് ചോദിച്ചു എന്നോട്. എനിക്കൊരു വിഷമമില്ലെന്ന് പറഞ്ഞു. കച്ചവടമൊക്കെ കുറച്ച് നഷ്ടമായില്ലേന്ന് ചോദിച്ചു. അത് സാറല്ലേ അച്ഛാ, അങ്ങനെ സാധാരണ കച്ചവടം ചെയ്യുമ്പോൾ നഷ്ടം വരുന്നത് അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ കാര്യമൊന്നും പറയുന്നില്ല. അപ്പോൾ നമുക്ക് ഈ അന്ന് പറഞ്ഞു വിട്ട വിഷമമാണ്. അപ്പോൾ പറഞ്ഞു തേങ്ങാവെട്ടിന് എന്നാ വിഷയം? ഞാൻ പറഞ്ഞു തേങ്ങാവെട്ട് വീട്ടുകാർക്ക് അത്ര താല്പര്യമില്ല, അത് നിർത്തിയാക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എല്ലാം നേരെ ആയിക്കോളൂ എന്ന് പറഞ്ഞ് അച്ഛൻ തലയെ കൈ വെച്ച് പ്രാർത്ഥിച്ചു. അച്ഛനൊരു 15 മിനിറ്റ് 20 മിനിറ്റ് നേരം പ്രാർത്ഥിച്ചു. ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, പക്ഷേ അച്ഛനൊരു 15-20 മിനിറ്റ് നേരം എൻ്റെ തലയെ കൈ വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഞാൻ വന്ന് ഭക്ഷണം കഴിച്ച് അന്ന് അഭിഷേക പ്രാർത്ഥനയ്ക്ക് ഭയങ്കര അനുഭവമായി. എന്തായിരുന്നു അനുഭവം എന്ന് പറഞ്ഞാൽ അതങ്ങോട്ട് ഞാനങ്ങ് ഫ്രീ ആയി കംപ്ലീറ്റ്. എനിക്ക് ഭാരമെല്ലാം കുറഞ്ഞ് എനിക്ക് ഒരു ടെൻഷനും ഇല്ല, ഒരു മറ്റേ ഇതുമില്ല, പരാതിയില്ല. അങ്ങനെ ആയി ഞാൻ. അപ്പോൾ ഞാനവിടെ അപ്പോൾ ഈ ജോയി എന്ന് പറഞ്ഞ പുള്ളി തേങ്ങാവെട്ടിൽ നമ്മളെ പുള്ളി നല്ല അതിൻ്റെ വിദഗ്ധനാണ്. അപ്പോൾ പുള്ളിയുടെ പണി പോവും ഞാൻ തേങ്ങാവെട്ട് നിർത്തിയ. അപ്പോൾ അച്ഛനോട് പുള്ളി പോയി പറഞ്ഞു അച്ഛാ പണി ശരിക്കും പറഞ്ഞ കൂടത്ത് വന്നുകൊണ്ടുള്ള ഒരു പാരയും കൂടെയാണ് ഈ തേങ്ങാവെട്ട് നിർത്തി കഴിഞ്ഞാൽ. അപ്പോൾ അച്ഛനോട് പോയി പറഞ്ഞ അത് പുള്ളി തേങ്ങാവെട്ട് നിർത്തിയാൽ എൻ്റെ പണി പോയി. പിന്നെ ഞാൻ ഇതുകൊണ്ടാണ് ജീവിക്കുന്നത്, ഞാൻ പൊട്ടി നിൽക്കുക. എന്നാൽ പുള്ളിയെ കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അഭിഷേക പ്രാർത്ഥന കഴിഞ്ഞിട്ട് കൂട്ടിക്കൊണ്ട് ചെല്ലാനാണ് പറഞ്ഞു. അച്ഛൻ രാത്രി ഫുള്ളായിട്ട് ഇരുന്ന് കാണുവാണല്ലോ. അപ്പോൾ ഞാൻ അഭിഷേക പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞാൻ ആ പള്ളിക്കകത്ത് അവിടെ ഇരുന്ന്. അപ്പോൾ ഈ ഊണ് കഴിഞ്ഞിട്ടായി അഭിഷേക പ്രാർത്ഥന അന്ന് വൈകിട്ടത്തെ. ഞാൻ അവിടെ ഇരുന്ന് ഒരു 11-11:30 വരെ അവിടെ ഇരുന്ന് വെച്ചാൽ ഞാൻ ഏറ്റു പോകുന്നത്.
ഏറ്റു പോകുമ്പോൾ ഇയാൾ എന്നെ നോക്കി പുറത്തിരിപ്പുണ്ടായിരുന്നു. എനിക്കറിയത്തില്ലല്ലോ. ഇയാൾ അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയി. ഞാൻ ഇറങ്ങി പോവുകയും ചെയ്തു. ഞാൻ ഇയാളെ നോക്കുന്നില്ലല്ലോ. ഞാൻ പോയി കിടക്കണം. അവർ ഞങ്ങൾക്ക് തന്ന ഒരു കളപ്പരയാണ്. വീടൊന്നുമല്ല, ഒരു നെല്ല് മെതിക്കുന്ന കളപ്പരയല്ല, പായിട്ടാണ് കിടക്കണേ. ഞാനവിടെ പോയി കുളിച്ച് വന്ന് കഴിഞ്ഞപ്പോൾ ഈ വന്നേച്ചും പറഞ്ഞ്, അല്ല ചേട്ടായി എപ്പോഴാണ് പോകുന്നത്? അവൻ നീ എവിടെയായിരുന്നു? ഞാനവിടുത്തെ പുള്ളി മറ്റേ അവൻ്റെ കൂടെ അവനും ബുക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അവന് പോയി കിടന്നായിരിക്കും, രാവിലെ പോകേണ്ടതല്ലേ. അത് ഞാൻ ചേട്ടായി നോക്കിയിരിക്കാന്ന് അച്ഛൻ കുട്ടിക്കൊണ്ടിയെല്ലാം പറഞ്ഞായിരുന്നു. അപ്പോൾ എന്നെ കണ്ടില്ലല്ലേ? എന്നാൽ പിന്നെ ഇനി വേണ്ടെന്നായിരിക്കും, ഇനിയിപ്പം നമുക്ക് കിടന്നുറങ്ങാമെന്ന് പറഞ്ഞ് അവിടെ കിടന്നുറങ്ങി. അങ്ങനെ രാവിലെ അവിടുത്തെ പരിപാടിയും കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഇവിടെ മേലെ പൊട്ടെ അവിടെ അന്ന് നായ്ക്കുമ്പലച്ചനാണ് തുടങ്ങി. അപ്പോൾ എനിക്ക് ഭയങ്കര ആകർഷണമായി, ഈ വചനം കേൾക്കാൻ ആകർഷണമായി. അപ്പോൾ ഇവർ പറഞ്ഞു, ഇത്രയും നേരം വചനം കേട്ടോണ്ടിരിക്കുകയല്ലേ ഇത്, ഇനിയിപ്പോൾ ഇത് കേട്ട ആകർഷണം എന്നാ? ഞാൻ പറഞ്ഞു, നിങ്ങൾ പൊക്കോ, നമുക്കുള്ള വണ്ടിക്കൂലി പൈസ തന്നാ പോരെ. ഞാൻ വണ്ടിക്കൂലിക്ക് അവർക്ക് പൈസയും കൊടുത്ത് നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ അവിടെ കിടന്ന് 2 മണിയായപ്പോൾ അച്ഛൻ പറഞ്ഞു ദൂരെ പോകാനുള്ളവർക്ക് പോകാൻ പറഞ്ഞു. അതുവരെ എന്നെ പിടിച്ചിരുത്തിയ പോലെ അവിടെ ഇരുത്തി. അപ്പോൾ ഞാൻ വേഗം ഇറങ്ങി. ഒരിക്കലും നിർത്തിയല്ല, അവരുടെ വാതക്കൽ ഫാസ്റ്റ് വണ്ടികൾ അവിടെ നിർത്തിയല്ല. നമ്മളൊന്നുമില്ല അങ്ങോട്ടും ഇങ്ങോട്ട് പോകണം, അല്ലെ ഞാനവിടെ ഇറങ്ങി ചെന്ന് കൈ കാണിച്ച്. അന്ന് ഇതൊന്നുമില്ലല്ലോ, ഒരു പാശവണ്ടി കോഴിക്കോട് വന്നാൽ അത് നിർത്തി. ഞാനവിടെ ഇവർ ചെന്ന് വലിയ താമസിക്കാതെ ഞാനും അവിടെ ചെന്നു. അങ്ങനെയാണ് ആദ്യത്തെ അനുഭവം. പിന്നെ അത് കഴിഞ്ഞ് പിന്നെന്ത് മുതലാണ് ഈ ശരിക്കും സുവിശേഷം പ്രസംഗിക്കാനൊക്കെ തുടങ്ങിയത്? അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ 2-3 ഭാര്യയെ കൊണ്ടുവന്ന് യാനം കൂടി. അന്ന് യാനം കൂടിയപ്പം അന്ന് അച്ഛൻ തലയൊക്കെ വെച്ച് ഞാൻ ഒന്നുകൂടെ കൂടണമെന്ന് എനിക്ക് തോന്നും. പിന്നെ ആദ്യത്തെ ശ്രദ്ധിച്ചില്ലല്ലോ, ഒന്നുകൂടെ കൂടണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ആദ്യത്തെ ധ്യാനം ഉഴപ്പുമായിരുന്നു. അച്ഛനോടുള്ള വിഷമം കാരണം ഉഴപ്പുമായിരുന്നു. ഉഴപ്പിട്ട് പോലും ഇത്രയും അനുഭവം ഉണ്ടായി. അപ്പൊ ഇനി ശരിക്കും നന്നായിട്ടൊന്ന് കൂടിയ കുറെ കൂടെ അനുഭവം ഉണ്ടാകുന്നുള്ള ചിന്തയില് ഭാര്യയെ കൊണ്ടുവന്ന് ഭാര്യയെ ധ്യാനത്തിന് ഇരുത്തി എന്നോട് പറഞ്ഞു വീട്ടിൽ പോകാൻ പറഞ്ഞു. അച്ഛൻ പറഞ്ഞു. അച്ഛൻ ധ്യാനത്തിന് ബുക്ക് ചെയ്യാത്തവർ ചെല്ലുമ്പോൾ കലയെ കൈവെക്കും, എന്നിട്ട് കയറിക്കോളാൻ പറയും. എൻ്റെ തലയെ കൈ വെച്ച് പറഞ്ഞു നീ വീട്ടിൽ പോകാൻ പറഞ്ഞു. അവിടുന്ന് ഞാൻ പോന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ 2-3 ഞാൻ അവിടെ ഇവിടെയൊക്കെ പോയി കൂടി. അപ്പോൾ അങ്ങനെ അന്ന് തുടങ്ങി നമ്മൾ ഇത് ശുശ്രൂഷയിലായി അന്ന് തുടങ്ങി. അപ്പോൾ ഈ മറ്റേ ഈ ദുശീലങ്ങളൊന്നും ഇല്ലല്ലോ. അങ്ങനെ 2 വർഷം കഴിഞ്ഞപ്പോഴേക്കും എന്നെ ഡിവൈനിലെ കൗൺസിലറാക്കി. അന്ന് ഡിവൈനിലേക്ക് തുടങ്ങി. ഡിവൈനിൽ വന്ന് പിന്നെ ഒരു ധ്യാനം കൂടെ കൂടി. അത് കഴിഞ്ഞ് എന്നെ കൗൺസിലർക്ക് എടുത്ത് അവിടെ കൗൺസിലിങ് പറഞ്ഞുകൊണ്ടിരിക്കാൻ ഇടയ്ക്ക് ഇങ്ങനെ ശുശ്രൂഷ പോകും. അങ്ങനെ വരുമ്പോൾ ആഴ്ച വരുമല്ലോ, അങ്ങനെ ശുശ്രൂഷ ചെയ്ത്. അപ്പോൾ ഇതിനിടയ്ക്ക് അവിടുന്ന് പലരും അവിടെ ഒരു കുഞ്ഞാസേട്ടൻ എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ ധ്യാനം കൂടിക്കഴിഞ്ഞ് ആരും പറയാതെ തന്നെ പ്രാർത്ഥനാ ഗ്രൂപ്പിലേക്ക് ഞാൻ തന്നെ പോകാൻ എനിക്ക് പ്രചോദനം കിട്ടിപ്പോയി. അങ്ങനെ കുഞ്ഞാസേട്ടൻ വൈകുന്നേരം വരും, മത്തച്ച നമുക്കിന്ന് വീട്ടിലൊന്ന് പോകാം. അവിടെ പോയി പുള്ളി അകത്ത് പോയി സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ് ഞങ്ങൾ എവിടെ ചെന്നാലും അന്ന് ധ്യാനത്തിന് ഒരുങ്ങുക. അന്ന് കുറേ പേരെ ഇങ്ങനെ ധ്യാനത്തിന് ഇങ്ങോട്ട് വേനലിലേക്ക് വള്ളുകൂടിയന്മാരെയും ഒക്കെ കൊണ്ടുവന്നു. അങ്ങനെ ആ ശുശ്രൂഷ അങ്ങനെ 2 വർഷമായപ്പോഴേക്കും ഇവിടെ കൗൺസിലിങ്ങിനായി. അങ്ങനെ ആ ശുശ്രൂഷ അങ്ങനെ പുരോഗമിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ സോണിൻ്റെ പരിപാടി വന്നു. പുതുപ്പാടിയിലേക്ക് പിന്നെ മാറി. അവിടെ ഞാൻ ആ സമയത്തൊക്കെ ശരിക്കും ഒരു ഫുൾ ടൈമർ ആയിരുന്നു. അന്ന് ആ കാലഘട്ടത്തിൽ ധ്യാനം കൂടിയ സമയത്ത് ഒരു 5 ലക്ഷം രൂപയുടെ നഷ്ടം ബിസിനസ്സിലുണ്ടായെന്ന് പറഞ്ഞല്ലോ. അത് പിന്നീട് ഈ ബിസിനസ് കണ്ടിന്യൂ ചെയ്തോ? ചെയ്തു. അത് പിന്നെ അതെങ്ങനെ പോയി. അപ്പോൾ ഈ കൂടുതൽ ബിസിനസ് നടക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും മോനെ അതിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ തേങ്ങ വെട്ട് അവന് ജീവിക്കാൻ വേണ്ടിയിട്ട് അച്ഛനെ പോയി കണ്ടില്ലല്ലോ. അപ്പോൾ മോനെയും പുള്ളിയും കൂടെ ആക്കി. എന്നോടല്ലേ ചെയ്യുന്നത് പറഞ്ഞു. അപ്പോൾ അവിടെ പുള്ളിയോട് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ആ കാലഘട്ടം കഴിഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം കൈക്കാരനായിട്ട് തിരഞ്ഞെടുത്ത് തന്നെ ഇടവപ്പള്ളി. അപ്പോൾ തലേ വർഷം കൈക്കാരൻ്റെ സ്ഥാനം എൻ്റെ പേര് പറഞ്ഞപ്പം അപ്പം ഞാൻ ഈ അന്ന് തുടങ്ങി ഈ ബൈബിള് കയ്യിൽ പിടിക്കും. ഏത് സമയത്തും ഞാൻ എവിടെ പോയാലും ബൈബിൾ എൻ്റെ കയ്യിലുണ്ടാവും. അപ്പോൾ
ആരോ അച്ഛനോട് പറയിച്ചിട്ട് ആണ് പിന്നെ ബൈബിൾ സ്ഥിരം കൊണ്ടുപോകേണ്ട, പ്രാർത്ഥനയ്ക്ക് മാത്രം കൊണ്ടുപോകാൻ പറഞ്ഞ് വികാരിച്ചും പറഞ്ഞിട്ടാണ് ഞാൻ പിന്നെ അത് നിർത്തിയേ. മറ്റേ എവിടെ പോയാലും കൊണ്ടുപോയിരുന്നു, എവിടെ പോയും കൊണ്ടുപോകാം, ഒരു കല്യാണത്തിന് പോയാലും കൊണ്ടുപോകും, എവിടെ പോയാലും എന്ത് പരിപാടിക്ക് പോയാലും ബൈബിൾ കയ്യിലുണ്ട്. അത് ഈ മറിച്ച് പിടിച്ചൊന്നുമല്ല, ഞാൻ ഇങ്ങനെ പിടിക്കുക, സഞ്ചിക്കകത്ത് തൂക്കിയിട്ടൊന്നുമല്ല. ഇപ്പഴാണ് സഞ്ചിക്കുണ്ട്, ഇപ്പം അന്ന് സഞ്ചിക്കല്ല, ഇങ്ങനെ കൈ പിടിക്കും. ആദ്യം ഈ ചെറിയ ബൈബിളായിരുന്നു, സമ്പൂർണ്ണ ബൈബിളല്ല. ഈ കത്തോലിക്കർക്ക് അങ്ങനെ ഒരു രീതി ഇല്ലാത്തതുകൊണ്ട് അത് സാധാരണ ബന്ധുക്കോസുകാരാണല്ലോ ചെയ്യുന്നത്. ഞാൻ എവിടെ പോയാലും അപ്പൊ ഈ ആൾക്കാർ കളിയാക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. കളിയാക്കിയാൽ നമുക്കത് വിഷയമല്ല. എന്നോട് മിക്കവാറും ഒന്നും പറയല, പറഞ്ഞാൽ അതിന് മറുപടി പറയും, ഇതെന്റെ സൗകര്യമല്ലേ. അതെ, നമ്മളിത് അഭിമാനമായിട്ടാണ് കൊണ്ട് ഞാൻ നമുക്കിത് അങ്ങനെ കൊണ്ടു നടന്ന് കഴിയുമ്പം ആണ് പിന്നെ ഇങ്ങനെ പുതുപ്പാടിക്ക് മാറി. അപ്പോൾ ഇവിടുന്ന് പോയി, ഇവിടുന്ന് നിർത്തി. അപ്പം ഈ കൈക്കാരൻ തലേ വർഷം എൻ്റെ പേര് കൈക്കാരൻ സാധനം പറഞ്ഞപ്പോൾ ഞാനതിൽ നിൽക്കുകയില്ലായിരുന്നു. പക്ഷേ ഈ ഒരാൾ ബൈബിളിന് നടക്കണവനാണോ കൈക്കാര സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കണമെന്ന് ഒരാൾ ചോദിച്ചു. അപ്പം ഞാനന്ന് ഇതില്ല. അപ്പോൾ കൈക്കാര സ്ഥാനത്തേക്ക് നിൽക്കുമ്പോൾ ഇത് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, പിന്നെ ആർക്കാ യോഗ്യത? പള്ളിയിലെ കൈക്കാരനാകാൻ പിന്നെ ആർക്കാ യോഗ്യത? ബൈബിൾ ഇല്ലാത്തവരാണോ യോഗ്യത? പൊതുവിൽ അങ്ങനെയാണ് ഒരു വെപ്പ്. അപ്പോൾ ബൈബിൾ ഇല്ലാത്തവരാണോ യോഗ്യത? അപ്പോൾ പിറ്റേ വർഷം കൈക്കാരൻ്റെ സാധനം പറഞ്ഞപ്പോൾ ഞാനത് എതിർത്ത് പറഞ്ഞില്ല. അപ്പോൾ ഇവിടെ ഈ ശുശ്രൂഷയ്ക്ക് വരണമെങ്കിൽ ഇവിടെ എല്ലാ ആഴ്ചയും ചൊവ്വാഴ്ച വരണം. ചൊവ്വാഴ്ച വന്നിട്ട് വെള്ളിയാഴ്ച ഞാൻ മിക്കവാറും വെള്ളിയാഴ്ചയെ പോവുള്ളൂ. അതിനെന്ന് വെച്ചാൽ ഈ ദമ്പതിമാരെ കാണുന്ന വെള്ളിയാഴ്ചയാണ്. അവരെ ഈ കുറേ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് വെള്ളിയാഴ്ചയെ പോകുള്ളൂ. അപ്പോൾ ഈ ചൊവ്വാഴ്ച വന്നിരിക്കണം. പിന്നെ അത് നിർബന്ധമാക്കി ബുധനാഴ്ച വന്നാൽ പോലെ ചൊവ്വാഴ്ച തന്നെ വരണം. അപ്പോൾ കൈക്കാരനായി കഴിയുമ്പം ഇങ്ങനെ ഇവിടെ എല്ലാ ആഴ്ചയും വരാമല്ലോ. അപ്പോൾ ഞാൻ ഇവിടെ ഒന്നും പറയാണ്ട് തന്നെ അവിടെ പോരാണ്ടായി ഇങ്ങോട്ട്. അന്നേരം പുതുപ്പാടിയിൽ മറ്റേ അന്ന് പാറേക്കാട്ടി അച്ഛനാണ് പുതുപ്പാടിൽ. പുള്ളി കൗൺസിലിങ്ങിന് ആളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനിവിടെ അയക്കാമ്പയിൽ പോലും നിങ്ങളുടെ ഡിവൈന് വരുന്നുകൊണ്ടിരുന്നതാണ്, കൗൺസിലറാണ് എന്ന് പറഞ്ഞു. അപ്പോൾ വേറൊരാളെ പറഞ്ഞപ്പോൾ ആ പുള്ളിയെ എടുക്കില്ല. എന്നിട്ട് എന്നോടൊന്ന് ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ കൈക്കാരൻ അങ്ങനെ വരാം, അതിന് നിങ്ങൾക്ക് ഇപ്പോൾ വന്നേച്ചും പോകാമല്ലോ, നിങ്ങളിവിടെ വന്ന് താമസിക്കൊന്നും വേണ്ടല്ലോ, കൈക്കാര സ്ഥാനത്തിന് ഇപ്പോൾ നിങ്ങളെ കാര്യങ്ങളെല്ലാം നടത്തിയാൽ പോലെ, അതുകൊണ്ട് ഇവിടെ വന്നേച്ചും പോയാൽ മതി, ഇവിടെ ഒരു ആഴ്ചയിൽ ഒരു ദിവസം വാഹനമുള്ളപ്പോൾ വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ആ പുതുപ്പാടിക്ക് മാറ്റി, ഇവിടുത്തെ അങ്ങ് ഒഴിവാക്കി. അല്ലെങ്കിൽ ഇവിടെ നല്ല ശുശ്രൂഷ എന്നെ അവിടെ ഇവിടെയൊക്കെ പറഞ്ഞു വിടുമായിരുന്നു. ഈ കൗൺസിലിംഗ് ശുശ്രൂഷ അപ്പച്ചന് ഇപ്പോഴും തുടരുന്നുണ്ടോ? ഇപ്പം ഞാൻ ഈ ഫോണിലൊക്കെ ആരെങ്കിലുമൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കാനല്ല. ഏതെങ്കിലും സെൻറ്ററുകളിൽ പോകുന്നുണ്ടോ? സെൻറ്ററിൽ പോകണില്ല. ഇല്ല. ഞാനും ചോദിച്ചാൽ കിട്ടുമായിരുന്നു, പക്ഷേ ഞാൻ ചോദിക്കുന്നില്ല. നമ്മളെ ആവശ്യമുണ്ടെങ്കിൽ അവർ പറയല്ലേ. ഈ കൗൺസിലിംഗ് ശുശ്രൂഷയൊക്കെ നടക്കുമ്പോൾ കൃപാവരങ്ങളൊക്കെ പ്രവർത്തിക്കുമായിരുന്നു? പ്രവർത്തിക്കും. ഇപ്പോഴും ഉണ്ടോ? ഇപ്പോഴും പ്രവർത്തിക്കും. പ്രാർത്ഥനാ ജീവിതമൊക്കെ എങ്ങനെയാണ്? പ്രാർത്ഥനാ ജീവിതം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ നവീകരണത്തിൽ വന്നേ പിന്നെ മിക്കവാറും 3 മണിക്ക് എണീക്കും. 3 മണിക്ക് എണീറ്റാൽ ഞാൻ കുറേ കാലം മുമ്പേ എനിക്ക് ഒരു പ്രചോദനം ഉണ്ടായി. ഞാൻ കുറച്ച് അത് ഈ ബദാനിയയിൽ നിന്നാണോ ആരംഭം. അവിടെ മിറ്റിലിട്ട് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ബദാനിയെന്നല്ല, മറ്റേ ഈ സാവു ആറുതൊട്ടിയുടെ അവിടെ ഞങ്ങളൊരു പ്രാവശ്യം വന്നപ്പം അവിടെ എൻ്റെ അളിയനെയും കൊണ്ട് വന്നാ. അങ്ങനെ ഞാനും കൂടെ വന്നപ്പോൾ അവളെ മെറ്റിലിട്ട് പ്രാർത്ഥിക്കുന്നത് കണ്ട് ഞാൻ മെറ്റിലിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ തുടങ്ങി. അതിപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ? ഇപ്പം തോന്നുന്നുണ്ട്. മെറ്റിലെന്ന് പറഞ്ഞാൽ മറ്റൊരു ചാക്കിനകത്ത് കെട്ടി വെച്ചേക്കുക. അത് നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് വീട്ടിൽ വൈകുന്നേരത്തെ പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ കുടുംബ പ്രാർത്ഥനയ്ക്ക് അത് ഉപയോഗിക്കുമോ? അതോ വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക്? കുടുംബ പ്രാർത്ഥന ഉപയോഗിക്കും. ആദ്യം വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് ഉപയോഗിച്ച് പിന്നെ അത് കുടുംബ പ്രാർത്ഥനയ്ക്ക് തുടങ്ങിയപ്പോൾ എൻ്റെ ഈ കാലേ കുറച്ച് നീര് വന്നു. നീര് ഇപ്പോഴും ഇടയ്ക്ക് വരാറുണ്ട്. അപ്പോൾ ഈ കാലിനും നമുക്ക് ഈ കുത്തിയിരിക്കാൻ പറ്റില്ല. അതായത് ഈ 80-ാമത്തെ വയസ്സിലും ഇപ്പോഴും ഈ മെറ്റിൽ വിരിച്ചിട്ടിട്ട് അതേൽ മുട്ടുകുത്തിയെന്നാണ് മുകളിലെ പ്രാർത്ഥിക്കുന്നത്. എത്ര സമയം അങ്ങനെ നിൽക്കും? 1 മണിക്കൂർ. 1 മണിക്കൂർ സമയം ഞാൻ പ്രാർത്ഥനയ്ക്ക് തീർന്ന വരെ ആ മുട്ടിൽ നിൽക്കും, മുട്ടുകുത്തിക്കും. കാൽമുട്ടിനൊന്നും ഒരു പ്രശ്നമില്ല. ഇത് വല്ലാത്ത വേദനയല്ലേ? ഈ 3/4 ഇഞ്ച് മെറ്റിലെല്ലായിരിക്കുമല്ലോ നിൽക്കുന്നത്. അത് ചിലപ്പോൾ വേദന ഉണ്ടാവും. വേദന നോക്കേണ്ട ആവശ്യമില്ലല്ലോ.
ഇത് നമ്മുടെ പ്രേക്ഷകർക്കൊരു ഒരു പ്രത്യേക അനുഭവമായിരിക്കും ഇത്. 80-ാമത്തെ വയസ്സിൽ ഒരു മനുഷ്യൻ കുടുംബ പ്രാർത്ഥനയുടെ സമയത്ത് 1 മണിക്കൂർ സമയം മിറ്റിൽ വരിച്ച് അതിൽ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ എത്ര പേർക്ക് സാധിക്കും? ഒരു 5 മിനിറ്റ് മുട്ടുകുത്താൻ പോലും ബുദ്ധിമുട്ടാണ്. സാധാരണ ആൾക്കാർക്ക് 5 മിനിറ്റ് ഒന്ന് മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കാൻ വിഷമമാണ്. അങ്ങനെ പ്രാർത്ഥിച്ച് അപ്പോൾ അവർ പറഞ്ഞു. അപ്പം ഞാൻ രാത്രിയിൽ കേൾക്കുമ്പോൾ പ്രാർത്ഥിക്കും മുറ്റേൽ. കാരണം ഇതല്ലേ കുറ്റം പറയാ. ശരിക്കും എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? പ്രാർത്ഥിക്കാൻ അങ്ങനെ ഒരു പ്രചോദനം തോന്നി, അതന്നെ. അല്ലാണ്ട് നവീകരണത്തിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് നിയോഗങ്ങളോ? നിയോഗമൊന്നും വെക്കില്ല, ഒന്നുമില്ല. ഇങ്ങനെ നിൽക്കുക, ഒരു ത്യാഗം എടുക്കുക, ത്യാഗം എടുത്ത് കർത്താവിന്റെ ക്രൂശിലെ പീഡകളോട് നമ്മളൊന്ന് പങ്കുചേരുക. പ്രത്യേക കാര്യമൊന്നും പറഞ്ഞിട്ടല്ല. ഇല്ല. അത് കഴിഞ്ഞ് രണ്ടാമതൊന്നുകൂടെ പൊട്ടി. അന്ന് പൊട്ടി. അപ്പം ഞാൻ ഈ പുതുപ്പാടി കൗൺസിലിംഗ് പോയിക്കൊണ്ടിരിക്കുമ്പം ഒരു ആൾ വന്ന് എന്നോട് പറഞ്ഞു, പുള്ളിക്ക് ഭാര്യ അടിമയാണെന്ന് ഞാൻ സമ്മതിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഭാര്യ അടിമയൊന്നുമല്ല. ബൈബിൾ പറയുന്നത് ഭാര്യ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചെന്നാണ് ബൈബിൾ പറഞ്ഞേക്കണേ. ആദ്യം സ്ത്രീയുടെ പേരാ, പിന്നെ പുരുഷൻ വന്നേക്കണേ. തന്നെയല്ല, ബൈബിൾ പഠിപ്പിക്കുന്നത് ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശം ബഹുമാനം കൊടുക്കണം ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ വചനം എടുത്ത് കാണിച്ചു. സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചെന്നാണ് പറഞ്ഞത്. പുരുഷനും സ്ത്രീയും എന്നല്ല പറഞ്ഞേക്കണേ. അതുകൊണ്ട് ഭാര്യ അടിമയൊന്നുമല്ല, നിങ്ങളുടെ അടിമയായി ജീവിക്കേണ്ട ആളൊന്നുമല്ല. അപ്പോൾ പുള്ളി അച്ഛനോട് പോയി പറഞ്ഞു, ഞാൻ അങ്ങനെ ഭാര്യ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഭാര്യ അടിമയല്ലത് പറഞ്ഞത്. അച്ഛൻ പറഞ്ഞു, അങ്ങനെയൊന്നും പറയണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പിന്നെ എന്നാ ഇവിടെ ഇരിക്കണേ? നമ്മൾ പിന്നെ ഇവിടെ ഇരിക്കണേ എന്തിനാ? നമ്മൾ പറയാനുള്ള കാര്യം പറഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. അപ്പം വീട്ടിൽ കലകം ഉണ്ടെങ്കിൽ അത് നിർത്തുക എന്നുള്ളതല്ലേ, അല്ലാണ്ട് അവന് ഇഷ്ടം പോലെ ജീവിച്ചോളാൻ പറയാനില്ലല്ലോ. അപ്പോൾ ഞാൻ പറയും, നിനക്ക് കള്ളു കുടിക്കാം, തോന്നിവാസം മുഴുവൻ ചെയ്യാം, ഭാര്യയ്ക്കൊന്നും പാടില്ല, അടിമയായിരിക്കണം, അത് നടക്കരുതെന്ന് പറഞ്ഞു ഞാൻ. അപ്പോൾ അങ്ങനെ പുള്ളി അച്ഛനോട് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ച് എന്നാൽ പിന്നെ അവിടെയും പോകണില്ല, തൃശ്ശൂർ പോയി. അപ്പം ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന കാര്യം ഇച്ചിരി കൂടെ വിപുലമാക്കി. അപ്പോൾ ഞാൻ വിചാരിച്ച് കൗൺസിൽ കൊണ്ട് മാത്രമല്ലല്ലോ, പൈസ ഉണ്ടെങ്കിലും ആൾക്കാരെ സഹായിക്കാമല്ലോ. അപ്പോൾ നമ്മൾ അപ്പോൾ പൈസ ഉണ്ടാക്കിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ കർത്താവ് പറഞ്ഞു, നീ എങ്ങനെയാണ് പൈസ കൊണ്ട് നന്നാക്കണേന്ന് അറിയാൻ വേണ്ടിയിട്ട് ആദ്യം എൻ്റെ പറമ്പിലൊരു ഇപ്പോൾ ആണെങ്കിൽ ഒരു 10-65 കിൻഡിൽ കൊട്ടറയ്ക്കാൻ കിട്ടുന്ന കവുങ്ങുണ്ടായിരുന്നു. ആ കവുങ്ങ് മുഴുവൻ അങ്ങോട്ട് മഞ്ഞൾപ്പൊടി മേടിച്ചു പോയി. അത് കഴിഞ്ഞ് പിന്നെ വലിയ വേറെ ആദായമില്ല, പിന്നെ ചെറിയ അതൊക്കെ ഉള്ളൂ. അന്നേരം കച്ചവടം അങ്ങ് പൊട്ടി. 27 ലക്ഷം രൂപ അങ്ങ് പോയി ഒന്നിച്ച് ഒറ്റയടിക്ക്. അതായത് ശുശ്രൂഷ നിർത്തിയിട്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങാനുള്ള തീരുമാനം. പ്രാർത്ഥനയ്ക്ക് പോക്ക് നിർത്തിയില്ല, ശുശ്രൂഷയ്ക്ക് പോക്ക് നിർത്തി. 27 ലക്ഷം രൂപ 27 ലക്ഷം രൂപ അങ്ങ് പോയി. 13 ലക്ഷം രൂപ കടമായി. പറമ്പിൽ ഒരാദായവും ഇല്ല. അപ്പോൾ ജീവിതം വഴിമുട്ടി. ജീവിതം വഴിമുട്ടി എന്ന് പറഞ്ഞാൽ പിന്നെ പറമ്പിൽ വലിയ ആദായം വേണ്ടേ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ശുശ്രൂഷ നിർത്തി ബിസിനസ് വിപുലീകരിക്കാൻ ശ്രമിച്ചു, അതോടെ 27 ലക്ഷം രൂപയുടെ നഷ്ടം വന്നു. അപ്പോൾ അങ്ങ് അതിനെ വ്യാഖ്യാനിച്ചത് ഈ ശുശ്രൂഷ നിർത്തിയത് കൊണ്ട് വന്ന പാളിച്ചയാണ്, ദൈവത്തിൻ്റെ ശിക്ഷയാണ് എന്നൊക്കെയാണോ മനസ്സിൽ കരുതിയത്? വാസ്തവത്തിൽ അങ്ങനെയല്ലല്ലോ, ദൈവത്തിൻ്റെ ശിക്ഷയൊന്നും അല്ല. സ്വാഭാവികമായിട്ടും ഒരു ബിസിനസ്സിൽ നഷ്ടം വന്നു, അത് പോയി, അത്ര തന്നെ. ഞാൻ വിചാരിച്ചതാണ്, ദൈവത്തിന്റെ പരിപാലനം ഇല്ലാണ്ട് കാര്യങ്ങളൊന്നും നടക്കുകയില്ല. ആ ഒരു വലിയ സത്യം അതിലൂടെ നമ്മൾ പഠിച്ചു. ദൈവത്തിന്റെ പരിപാലനയിലാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത്, അല്ലാതെ നമ്മുടെ ബിസിനസ്സോ വരുമാനമോ നമ്മൾ ആരെയും സഹായിച്ചിട്ട് ആരും നന്നായില്ലാന്ന് നമുക്ക് മനസ്സിലായി. അല്ലാതെ ശുശ്രൂഷ നിർത്തിയതിന്റെ പേരിലുള്ള ദൈവത്തിന്റെ ശിക്ഷയൊന്നും അല്ലെന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായി. അപ്പോൾ ഇത് നമ്മുടെ പ്രേക്ഷകർ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഒരു വലിയ നഷ്ടം സംഭവിച്ചത് ഒരാൾ ശുശ്രൂഷാ ജീവിതം ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ പേരിൽ ദൈവം ശിക്ഷിച്ചതൊന്നുമല്ല. പക്ഷേ ഈ ഒരു അനുഭവത്തിലൂടെ ഒരു വലിയ സത്യം അദ്ദേഹം മനസ്സിലാക്കി, ഒരു വലിയ ജീവിത പാഠം അതിലൂടെ പഠിച്ചു. ദൈവം പരിപാലിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകത്തുള്ളൂ. ഇപ്പോൾ ഇനിയും അദ്ദേഹത്തിന് ഒരുപാട് ജീവിതാനുഭവങ്ങളുണ്ട്, വളരെ രസകരമായ സന്തോഷകരമായ അനുഭവങ്ങൾ, ദൈവം നടത്തിയ വഴികൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. കർത്താവ് അതുവരെല്ലാവരെയും തൻ്റെ കൃപയിൽ സൂക്ഷിക്കട്ടെ.